നമസ്കാരം, ഞാൻ അമൃത് സുനി. അമൃത് DG മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിത ലക്ഷ്യം തേടിയുള്ള 19ാമത്തെ ഭാഗത്തിലേക്കാണ് നാം ഇന്ന് പോകുന്നത്. ഇഷ്ടപ്പെട്ട ജോലിയിൽ എങ്ങനെ കേമനാവാമെന്ന് നമുക്കിന്ന് സംസാരിക്കാം. നിങ്ങളുടെ കഴിവിനെ എങ്ങനെ സ്വതന്ത്രമാക്കാം? ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം ഇല്ല എന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യം എന്തായാലും കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ അവിടെ എത്തും. ഓപ്ര വിൻഫ്രി. പരിശ്രമത്തിന് മുൻപ് ജയം വരുന്നത് നിഘണ്ടുവിൽ മാത്രം. വിൻസ് ലംബാർഡി, മുൻ NFL കോച്ച്. നിങ്ങൾ ഈ പ്രശസ്ത വ്യക്തികളെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ലേഡി ഗാഗയെ അറിയില്ലേ? അവരുടെ പാട്ടുകൾ 27 ദശലക്ഷത്തോളമാണ് വിറ്റുപോയത്. ബ്രാഡ്ലി കൂപ്പറോടൊപ്പം അവർ ചെയ്ത എ സ്റ്റാർ ഈസ് ബോൺ എന്ന സിനിമ 436 ദശലക്ഷം ഡോളർ സമ്പാദിച്ചു. അതുപോലെ സിമോൺ ബൈൽസ്, നിങ്ങൾക്കറിയോ? ലോകത്തിലെ ഏറ്റവും നല്ല കായികാഭ്യാസി, ജിംനാസ്റ്റ് എന്നറിയപ്പെടുന്ന സിമോൺ 10ാം വയസ്സിലാണ് മുന്തിയ ജിംനാസ്റ്റിക് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങിയത്. തുടർന്ന് ഏതൊരു അമേരിക്കക്കാരനേക്കാൾ മെഡലുകൾ വാരിക്കൂട്ടി. 2016 ബ്രസീലിലെ റിയോ ഡി ജനറോയിൽ നടന്ന ഒളിമ്പിക്സിൽ 5 മെഡലുകൾ നേടി. അതുപോലെ എലോൺ മസ്ക്, ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടാക്കുന്ന ടെസ്ല കമ്പനിയുടെ സ്ഥാപകൻ, സ്വകാര്യ ശൂന്യാകാശ പര്യവേക്ഷണ കമ്പനിയായ സ്പേസ് എക്സിന്റെ സ്ഥാപകൻ. 1 ദശലക്ഷം മനുഷ്യരെയാണ് സ്പേസ് എക്സ് ചൊവ്വാഗ്രഹത്തിലേക്ക് കൊണ്ടുപോയി പാർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റുള്ളവർക്ക് അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ നേടിയെടുത്തവരുടെ പട്ടിക ഇനിയും നീളും. ഇവരെല്ലാം ചെയ്തത് ഒരു കാര്യമാണ്. അവരുടെ ജീവിതത്തെ നയിച്ച അവരുടെ അഭിനിവേശത്തിനായി, അവരുടെ ജീവിത ലക്ഷ്യത്തിനായി 1000-ൽ പരം മണിക്കൂർ അവർ ചിലവഴിച്ചു. അങ്ങനെ അവരുടെ ജോലിയിൽ അവർ കേമന്മാരായി. പുതിയ കാര്യങ്ങളും കണ്ടുപിടിച്ചു. പലർക്കും അതൊരു ജീവിത മാർഗവുമായി. ഓരോരുത്തരും അവരുടെ മേഖലയിൽ കേമന്മാരായി. എന്നാൽ ഇവരെ പോലെ വിജയിക്കാൻ എത്ര മണിക്കൂർ ചിലവഴിക്കണം? 10,000 മണിക്കൂറുകളുടെ നിയമം. ഈ ചോദ്യത്തിന് ഗവേഷണം നടത്തിയ വ്യക്തിയാണ് കാനഡയിലെ പത്രപ്രവർത്തകനായ മാൽക്കം ഗ്ലാഡ്വെൽ. അദ്ദേഹം പറയുന്നത്, ഒരു വ്യക്തി ഒരു വിഷയത്തിൽ 10,000 മണിക്കൂർ ചിലവഴിച്ചാണ് അതിൽ നൈപുണ്യം നേടുക എന്നാണ്. ഔട്ട്ലയേഴ്സ് എന്ന തന്റെ പുസ്തകത്തിൽ വളരെ വർഷത്തിന്റെ വ്യത്യാസത്തിൽ ജീവിച്ച 2 പ്രമുഖരെ കുറിച്ച് പറയുന്നുണ്ട്. വൂൾഫ്ഗാങ് അമഡേസ് മൊസാർട്ട് എന്ന സംഗീതജ്ഞൻ, മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകനായ ബിൽ ഗേറ്റ്സ്. ഈ പുസ്തകം വായിച്ചവർ മനസ്സിലാക്കിയ ഒരു കാര്യം, മൊസാർട്ടും ലാംഗ്ലാങ്ങിനെ പോലെ ഒരു ബാല്യകാല പ്രതിഭയായിരുന്നു. ശരിയാണ്, ഗ്ലാഡ്വെൽ പറയുന്നു. 7ാം വയസ്സിൽ സംഗീത ശകലങ്ങൾ ക്രമപ്പെടുത്തിയ പ്രതിഭയായിരുന്നു മൊസാർട്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ അമൂല്യ കലാസൃഷ്ടികളായ സിംഫണികൾ രചിക്കുന്നത് 21ാമത്തെ വയസ്സിലാണ്. അപ്പോഴേക്കും 10,000 മണിക്കൂറുകൾ മൊസാർട്ട് പരിശീലനം ചെയ്തു കഴിഞ്ഞിരുന്നു. ബിൽ ഗേറ്റ്സ് ഭാഗ്യവാനായിരുന്നു. കാരണം അദ്ദേഹം പഠിച്ച സ്കൂളിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. ഗേറ്റ്സ് പഠിച്ച 60കളിലും 70കളിലും സ്കൂളുകളിൽ ഈ സൗകര്യം ഉണ്ടായിരുന്നില്ല. സമയം കിട്ടുമ്പോഴെല്ലാം അവധിക്കാലത്തും ഗേറ്റ്സ് കമ്പ്യൂട്ടറിൽ പരിശീലിച്ചു. ഉപരിപഠനത്തിനായി ഹാർവാർഡിൽ ചേരുമ്പോൾ 5 വർഷത്തെ പ്രോഗ്രാമിംഗ് അദ്ദേഹം ചെയ്തു കഴിഞ്ഞിരുന്നു. അങ്ങനെ 10,000 മണിക്കൂറുകൾ പരിശീലിച്ച് ഗേറ്റ്സ് ലോകത്തിലെ ഏറ്റവും മികച്ച സോഫ്റ്റ്വെയർ കമ്പനി കണ്ടുപിടിച്ചു. ഗെൻബാരി മസു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അശ്രാന്ത പരിശ്രമത്തിന് പേരുകേട്ട ജപ്പാൻകാർ 10,000 മണിക്കൂർ നിയമം കേട്ടാൽ പിന്തിരിയുന്നവരല്ല. പദ്ധതികൾ തയ്യാറാക്കുകയും അതിനെക്കുറിച്ച് സ്വപ്നം കാണുകയും മാത്രമല്ല ജീവിത സാഫല്യം എന്നവർക്കറിയാം. സ്വപ്നങ്ങൾ സത്യമാകുന്നതുവരെ ശ്രമം തുടരുന്നു. അതുകൊണ്ടാണ് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം തകർന്നുപോയ ജപ്പാൻ വീണ്ടും ഉയർന്ന് ലോകത്തെ 3ാമത്തെ സമ്പന്ന രാഷ്ട്രമായത്. ഈ സിദ്ധയാണ് ജപ്പാനിൽ ഗെൻബാരി മസു എന്ന് വിളിക്കുന്നത്. ജപ്പാനിലെ മാങ്ക ആനിമേഷൻ കഥകളിലെ നായകന്മാർക്ക് ഈ ഗുണമുണ്ട്. തളരാതെ ലക്ഷ്യം നേടുന്നതുവരെ പോരാടും. അവർ അറിയാതെ തന്നെ 10,000 മണിക്കൂർ നിയമം പിന്തുടർന്ന് അറിവും കഴിവും നേടി കേമന്മാരാകുന്നു. നറൂട്ടോ എന്ന മാങ്ക പരമ്പര അതിന് ഉദാഹരണമാണ്. കൗമാരക്കാരനായ നിഞ്ച ഗ്രാമത്തലവൻ ഹൊക്കാഗെയാവാൻ ആഗ്രഹിക്കുന്നു. വളരെ ക്ഷമയോടെ പരിശീലനം നേടി ഏറ്റവും ശക്തനായ നിഞ്ചയാകുന്നു. ജപ്പാനിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒരു പാറയെ ചൂടുപിടിപ്പിക്കണമെങ്കിൽ അതിനു മുകളിൽ 100 വർഷം ഇരിക്കുക. പരീക്ഷ എഴുതാൻ പോകുന്നവരോടും കരാട്ടെ മത്സരത്തിന് പോകുന്നവരോടും ജപ്പാൻകാർ പറയും, ഗെൻബാരി മസു, അതായത് ഏറ്റവും നന്നായി ചെയ്യൂ. ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ഉപയോഗപ്രദമാണ് ഈ ആശംസ. കാരണം ഭാഗ്യം നമ്മുടെ കയ്യിലില്ല, ആകസ്മികമായി സംഭവിക്കുന്ന ഒരു സാധ്യത മാത്രമാണ്. നമ്മൾ നന്നായി പഠിച്ചിട്ട് പോയ ചോദ്യം തന്നെ പരീക്ഷയ്ക്ക് വരുന്ന ഒരു അപൂർവ അവസ്ഥ പോലെ. മികച്ച കഠിനാധ്വാനം ചെയ്ത് നന്നായി ചെയ്യുന്നത് നമ്മുടെ നിയന്ത്രണത്തിലാണ്. ഇത് വീരന്മാർക്കുള്ള വഴിയാണ്. ഗെൻബാരി മസുവിന്റെ വഴി സ്വീകരിച്ച് നിങ്ങളും അവരിൽ ഒരാളാവാൻ തയ്യാറാണോ? കേമനാവാനുള്ള നിങ്ങളുടെ 10,000 മണിക്കൂർ പദ്ധതി. നിങ്ങളും തയ്യാറാണെങ്കിൽ ഇഷ്ടമുള്ള വിഷയത്തിൽ നൈപുണ്യം നേടാൻ എത്ര മണിക്കൂർ വേണമെന്ന് ആദ്യം നിശ്ചയിക്കുക. ഇവിടെ പറയുന്ന ഉദാഹരണത്തിൽ നിന്നും ഓരോ മണിക്കൂറും നിങ്ങൾ എന്താണ് നേടുന്നത് എന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ജപ്പാനീസ് ഭാഷ പഠിക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് കരുതുക. ഇതാവും നിങ്ങൾക്ക് സംഭവിക്കുക. 1 മണിക്കൂറിൽ ഹലോ, ശുഭരാത്രി, നന്ദി, ദയവ് ചെയ്ത് എന്നീ അടിസ്ഥാനപരമായ വാക്കുകൾ നിങ്ങൾ പഠിക്കും. ജപ്പാനിൽ പോകുന്നുണ്ടെങ്കിൽ ഇവ നിങ്ങൾക്ക് സഹായമാവും. 10 മണിക്കൂറിൽ ചെറിയ രീതിയിൽ സംസാരിക്കാൻ പഠിക്കും. സ്വയം പരിചയപ്പെടുത്താൻ ആവശ്യമുള്ളത് ചോദിക്കാൻ എന്നിങ്ങനെ പ്രധാനപ്പെട്ട മറ്റു ചോദ്യങ്ങൾ. 100 മണിക്കൂറിൽ ഇതോടെ നിങ്ങൾക്ക് ജപ്പാനീസ് ഭാഷ മനസ്സിലാകും. പ്രധാന ലിപികൾ
കാഞ്ചിസ് എഴുതാൻ പഠിച്ചിട്ടുണ്ടാകും. 1000 മണിക്കൂറിൽ വളരെ നന്നായി സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ടാകും. ആരോടും എന്തിനെക്കുറിച്ചും സംസാരിക്കാൻ തയ്യാറാകും. 10000 മണിക്കൂറിൽ നിങ്ങൾ ജപ്പാനീസ് ഭാഷയിൽ കേമനായി കഴിഞ്ഞിരിക്കുന്നു. ആ ഭാഷയിൽ പഠിപ്പിക്കുവാനും തർജ്ജിമ ചെയ്യാനും പ്രസംഗിക്കുവാനും കഴിവ് നേടിയിരിക്കുന്നു. ഈ കണക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വിഷയത്തിലും പ്രാവർത്തികമാക്കാം. പന്തുകളി, വീഡിയോ ഗെയിം, പ്രോഗ്രാമിംഗ്, നൃത്തം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ മൊസാർട്ടാവാൻ 10000 മണിക്കൂർ അത്ര വലിയ സമയമാണ്. പക്ഷേ ഓരോ മണിക്കൂറും നിങ്ങളെ പഠിപ്പിക്കുന്നു എന്നത് പ്രധാനമാണ്. ഇക്കിഗായ് യാത്ര എന്ന തങ്ങളുടെ പുസ്തകത്തിൽ ഹെക്ടറും ഫ്രാൻസിസ്കും ഒരു കണക്ക് പറയുന്നുണ്ട്. ഒരു ദിവസം 8 മണിക്കൂർ ഇൻറ്റു ആഴ്ചയിൽ 5 ദിവസം = 5 വർഷം. ഒരു ദിവസം 4 മണിക്കൂർ ഇൻറ്റു ആഴ്ചയിൽ 5 ദിവസം = 10 വർഷം. ഒരു ദിവസം 2 മണിക്കൂർ ഇൻറ്റു ആഴ്ചയിൽ 5 ദിവസം = 20 വർഷം. ഒരു ദിവസം 1 മണിക്കൂർ ഇൻറ്റു ആഴ്ചയിൽ 5 ദിവസം = 40 വർഷം. നിങ്ങൾ വിദ്യാർത്ഥിയാണെങ്കിൽ ജീവിത ലക്ഷ്യത്തിന് വേണ്ടി 8 മണിക്കൂർ മാറ്റിവെക്കാൻ സമയമുണ്ടാകില്ല. എങ്കിലും കുറച്ച് മണിക്കൂർ മാറ്റിവെക്കുകയാണെങ്കിൽ ജീവിതത്തിൽ പകുതി ദൂരം എത്തുമ്പോഴേക്കും നിങ്ങൾ ആ വിഷയത്തിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ടാകും. ഏറ്റവും നല്ല കാര്യം നിങ്ങൾ സന്തോഷവാനായിരിക്കും എന്നതാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത വിഷയം നിങ്ങളുടെ ഹൃദയത്തിന് ഊഷ്മളത നൽകുന്നുണ്ടെങ്കിൽ പരിശീലനത്തിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ നിങ്ങൾ അത് ആസ്വദിച്ചു തുടങ്ങും. അതൊരു വലിയ നേട്ടം തന്നെയല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.